പരിശീലകൻ മനുവിനെതിരായ പീഡന പരാതിയിൽ KCAയോട് റിപ്പോർട്ട് തേടി ഓംബുഡ്സ്മാൻ കം എത്തിക്സ് ഓഫീസർ ജസ്റ്റിസ് ആനി ജോൺ. വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് നീങ്ങുമെന്നും ആനി ജോൺ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. KCAയ്ക്ക് വീഴ്ച ഉണ്ടായോ എന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല. റിപ്പോർട്ട് ലഭിക്കണമെന്നും ജസ്റ്റിസ് ആനി ജോൺ പറഞ്ഞു. പരിശീലകൻ മനുവിനെതിരായ സെക്ഷൽ ഹാരാസ്മെന്റ് പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഏതാണ്, എത്രയും ഗൗരവത്തോടെയാണ് അത് കാണുന്നത്? അല്ല, അത് ഞാൻ ഈ നിങ്ങളുടെ മാതൃഭൂമി ചാനൽ വഴിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആസ് പെർ ആസ് കൺസേൺ അത് ഒഫൻസാണ്, വളരെ ഗ്രീവിയസ് നേച്ചർ ഓഫ് ഒഫൻസാണ് ആൾ കൊച്ചു ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനത് അന്വേഷിച്ചു. അതിൽ മനസ്സിലാക്കിയത് ഹി ഹാസ് ഓൾറെഡി ഇതിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു, ക്രൈം രജിസ്റ്റർ ചെയ്തു. അയാൾ ഈസ് അണ്ടർ ദി ജയിൽ. സാധാരണഗതിയിൽ ഇപ്പോൾ മാധ്യമ വാർത്തകൾക്ക് മുമ്പ് തന്നെ KCAൻ്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണവും ഒരു പ്രാഥമിക അന്വേഷണമൊക്കെ നടക്കേണ്ടതല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു എത്തിക്സ് ഓഫീസർ എന്ന രീതിയിൽ മാഡത്തിൻ്റെ മുമ്പാകെ KCA വെച്ചു? ഈ നിമിഷം വരെ ഒരു കംപ്ലയിൻറ്റ് പോലും ആരും ഫയൽ ചെയ്തിട്ടില്ല. KCAയിലെ വെബ്സൈറ്റിൽ കംപ്ലയിൻറ്റ് ലോഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൽ കയറി നോക്കിയിട്ടും അതിലൊന്നുമില്ല. ഇഫ് ദേ ഫയൽ എ കംപ്ലയിൻറ്റ് ബിഫോർ ദി KCA അവർ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരണം. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അവരുടെ മുമ്പാകെ വന്നിട്ടില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എൻക്വയറി ചെയ്തു. സോ ഐ കോൾ ഫോർ എ റിപ്പോർട്ട് ഫ്രം ദം. പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മെയിൽ അയച്ചിട്ടുണ്ട്. പരാതി നിലനിൽക്കെ തന്നെ അദ്ദേഹത്തെ വീണ്ടും നിയമിക്കുക എന്നുള്ളത് ശരിയായ രീതിയാണ്? കുട്ടികളെ പരിശീലനത്തിൽ അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അത് എനിക്ക് ഓഫ് ഹാൻഡായിട്ട് പറയാൻ പറ്റില്ല. അൺലെസ് ഐ ഗെറ്റ് എ റിപ്പോർട്ട് ഫ്രം ദം. അവരിൽ നിന്ന് റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ക്രിമിനൽ ഓഫൻസാണ്. കുറ്റകൃത്യം വേറെ രീതിയിലാണ്. അത് പോലീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന അത് പ്രോസിക്യൂഷൻ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അയാൾക്കെതിരെ ചാർജ് ഫയൽ ചെയ്യണം. KCA ഏതെങ്കിലും തരത്തിൽ മനുവിനെ സംരക്ഷിച്ചു എന്ന് കണ്ടാൽ ആ ഘട്ടത്തിൽ അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമോ? അതുകൂടി പരിശോധിക്കുമോ? അല്ല, അത് നോക്കണം അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം റിപ്പോർട്ട് കിട്ടി അതിൻ്റെ പഠിച്ചിട്ട് അവരെ കൂടെ ഭാഗം കേൾക്കണമല്ലോ. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അവരെ കൂടെ കേട്ടിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. KCAയുടെ ഈ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ പരാതികളൊന്നും തൻ്റെ മുമ്പിൽ ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ സുജോയ് വേടിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.